നായയുടെ നജസുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആളുകൾക്കുണ്ട്. സംശയങ്ങളെക്കാൾ കൂടുതൽ യഥാർത്ഥത്തിലുള്ളത് വസ്വാസാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് വസ്വാസ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളോട് ഇപ്രകാരം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, അൽ ഖന്നാസിൻ്റെ അഥവാ ഷൈത്താനിൻ്റെ വസ്വാസിൽ നിന്ന്, അതിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം എന്നാണ്. നായ തൊട്ടാലോ അല്ലെങ്കിൽ നായയെ തൊട്ടാലോ നമ്മൾ 7 തവണ കഴുകേണ്ടതുണ്ടോ, അതിൽ മണ്ണ് ഉപയോഗിക്കേണ്ടതുണ്ടോ? വുളുവോടുകൂടിയാണ് ഒരാൾ നായയെ തൊട്ടതെങ്കിൽ ആ വുളു മുറിഞ്ഞു പോകുമോ? ഇങ്ങനെ പലർക്കും ചോദ്യമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നായയുടെ ശരീരം മൊത്തത്തിൽ നജസല്ല. ശറഅ് അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല, അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിലും. മറിച്ച് നായയുടെ നജസ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഉമിനീരാണ്, അതേപോലെ തന്നെ അതിൻ്റെ മൂത്രമാണ്, അതിൻ്റെ വിയർപ്പാണ്, അതിൻ്റെ രക്തമാണ്. അതല്ലാത്ത അതിൻ്റെ തൊലികളോ മറ്റു ഭാഗങ്ങളോ നജസല്ല. അവിടെ തൊട്ടാലും ആ ഭാഗം നായ നമ്മുടെ ദേഹത്ത് വന്ന് തൊട്ടാലും നമ്മളതിനെ തൊട്ടാലും അവിടെ കഴുകേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഗ ഫീഹിൽ കൽബു അൻ യഗ്സിലഹു 7 മറാത്തിൻ ഊലാഹുന്ന ബിത്തുറാബ്. ഒരു നായ നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ ആ പാത്രത്തെ ശുദ്ധിയാക്കേണ്ടത് 7 തവണ കഴുകിക്കൊണ്ടാണ്. അതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞത് ഇദാ വലഗ ഫീഹിൽ കൽബു, നായ തലയിട്ടാൽ എന്നാണ്. അഥവാ നായ നക്കുകയോ അതിൻ്റെ ഉമിനീരാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ല ആ നായ കയറി വന്ന ഭാഗങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞില്ല. നായയുടെ ശരീരം സ്പർശിച്ച, നായയുടെ തൊലി എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം കഴുകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞു എന്നതുപോലെ തന്നെ എന്തു പറഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ഹദീസിലും ഉപയോഗിച്ച പദം എന്താണ്? നായ തലയിട്ടാൽ എന്നാണ്, അഥവാ അതിൻ്റെ ഉമിനീരായാൽ കഴുകേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇത്രമാത്രം പറഞ്ഞു, നായയുടെ ഉമിനീര് അത് തന്നെ പാത്രത്തിൽ ആയാൽ മാത്രമേ അങ്ങനെ കഴുകേണ്ടതുള്ളൂ, മറ്റു ഭാഗങ്ങളിലായാൽ പോലും അങ്ങനെ കഴുകേണ്ടതില്ല എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അത്രമാത്രം ഹദീസിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് നായ പാത്രത്തിൽ തലയിട്ടാലുള്ള വിഷയമാണ്. ഏതോ ആവട്ടെ, ഇനി പാത്രത്തിൽ തലയിട്ടാലും ഇനി നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാലും തന്നെ നായയുടെ ഉമിനീര് അല്ലെങ്കിൽ നായയുടെ നജസായി അറിയപ്പെടുന്നത് സ്പർശിച്ചാൽ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ ഉണങ്ങിയ രൂപത്തിൽ നമ്മുടെ കൈകളോ ശരീരഭാഗങ്ങളോ വസ്ത്രമോ നായയെ തൊട്ടാലോ നായ തിരിച്ചിങ്ങോട്ട് തൊട്ടാലോ അവിടെ വുളു മുറിയുന്ന പ്രശ്നവുമില്ല, 7 തവണ കഴുകേണ്ടുന്ന പ്രശ്നവുമില്ല. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, നായ തൊട്ടു അതല്ലെങ്കിൽ നായയെ തൊട്ടാൽ വുളു മുറിയുമോ, അല്ലെങ്കിൽ 7 തവണ കഴുകേണ്ടതുണ്ടോ? അദ്ദേഹം അതിന് നൽകിയ മറുപടി, ലൈസ അലൈക ഇആദത്തുൽ വുളു, വുളു ആവർത്തിക്കണ്ട, കാരണം വുളു മുറിഞ്ഞിട്ടില്ല. ലാക്കിൻ ഇദാ മസ്സ റുതൂബത്തുൻ മിൻഹു ഷൈഅൻ മിൻ സൗബിക തഗ്സിൽ മഹല്ല റുതൂബ. എന്നാൽ നായയുടെ റുതൂബ അഥവാ അതിൻ്റെ ഉമിനീര്, അതല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പോ അതേപോലെ നനവുള്ള ഏതെങ്കിലും നജസ് എന്ന് അറിയപ്പെടുന്ന ഭാഗങ്ങളോ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കഴുകുക. എന്നാൽ അമ്മാ ഇദാ മസ്സ സൗബക ജിൽദുഹു വഹുവ യാബിസുൻ മാ യദുർ, എന്നാൽ നായയുടെ തൊലി ഉണങ്ങിയ രൂപത്തിൽ നിന്റെ വസ്ത്രത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മറിച്ച് കുഴപ്പമുണ്ടാകുന്നത് അദ്ദേഹം പറയുന്നു, ലാക്കിൻ ഇദാ കാന റുതൂബതൻ ഷൈഉൻ മിൻ ബൗലിഹി ഔ റീഖിഹി തഗ്സിൽ മാ അസാബക 7 മറാത്തിൻ. നായയുടെ മൂത്രമോ അതല്ലെങ്കിൽ അതിൻ്റെ ഉമിനീരോ അതേപോലെയുള്ളതാണ് സ്പർശിച്ചതെങ്കിൽ 7 തവണ കഴുകുക. അതല്ലാത്ത നിലക്കുള്ള ഭാഗങ്ങൾ സ്പർശിച്ചതിൻ്റെ പേരിൽ കഴുകേണ്ടതില്ല. അതേപോലെ തന്നെ വുളു മാറ്റി എടുക്കുകയും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട. ധാരാളം ആളുകൾക്ക് സംശയമുള്ളതാണ്, നായ ഒന്ന് സ്പർശിച്ചാലോ അതല്ലെങ്കിൽ നായ അടുത്തുകൂടെ പോയാലോ അതല്ലെങ്കിൽ നായ വീട്ടിൽ കയറിയാലോ സിറ്റൗട്ടിൽ കയറിയിരുന്നാലോ നമ്മൾ
പെരുമാറുന്ന ഭാഗത്തുകൂടി നായ പോയാലൊക്കെ അവിടെ എല്ലാം 7 തവണ കഴുകാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മതം പഠിപ്പിച്ചതല്ല. അതിൻ്റെ പേരിൽ ഒരു വസ്വാസ് ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. നായ അടുത്തുകൂടെ പോകുമ്പോഴേക്ക് വസ്വാസാകുന്ന അവസ്ഥ അതൊന്നും ഒരിക്കലും ഉണ്ടാവേണ്ടുന്ന ആവശ്യമില്ല. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ കഴുകണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നായ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ചുമരിലോ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ തന്നെയോ നക്കിയാലോ മറ്റോ അതും കഴുകേണ്ടതുണ്ടോ? അതല്ല ഇത് പാത്രത്തിന് മാത്രം ബാധകമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസിൻ്റെ പ്രയോഗമനുസരിച്ച് തഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഗ ഫീഹിൽ കൽബ്, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോൾ പാത്രവുമായി ബന്ധപ്പെട്ടാണ് ഹദീസിൽ വന്ന പ്രയോഗങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് പാത്രത്തിന് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവിടെ പാത്രത്തിൽ തലയിട്ടാലുള്ള പ്രശ്നം എന്താണ്? അപ്പോൾ ഉമിനീരാണ് വിഷയം, നായയുടെ ഉമിനീരാണ് വിഷയം, നായ നക്കുക എന്നതാണ് വിഷയം. അത് അപകടകാരിയാണ്, ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന അണുക്കൾ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് അതായതുകൊണ്ട് തന്നെ നായ എവിടെ നക്കിയാലും നക്കി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് വസ്ത്രമാണെങ്കിലും പാത്രമാണെങ്കിലും ശരി, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് കഴുകേണ്ടതാണ്. ഇതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതാണ് കൂടുതൽ ശരിയോട് അടുത്ത അഭിപ്രായവും. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചോദിച്ചപ്പോൾ അവർ നൽകിയ ഉത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ലുആബുൽ കൽബി നജസുൻ, നായയുടെ ഉമിനീര് നജസാണത്. അതുകൊണ്ട് യജിബു ഗസ്ലു മാ അസാബഹു മിൻ ഇനാഇൻ ഔ സൗബിൻ ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത് വസ്ത്രത്തിലായാലും ശരി പാത്രത്തിലായാലും ശരി അത് കഴുകൽ നിർബന്ധമാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഹദീസ് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാത്രത്തിൽ തലയിട്ടാൽ മാത്രമല്ല, നായയുടെ നജസായി അറിയപ്പെടുന്നത് ഏത് ഭാഗത്ത് ആയാലും അത് കഴുകേണ്ടതുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് ബക്കർ അബൂ സെയ്ദ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഇത് അഭിപ്രായക്കാരാണ്. നായ എവിടെ സ്പർശിച്ചാലും അതിൻ്റെ ഉമിനീരായിട്ടുണ്ടെങ്കിൽ അത് നജസാണ്. ആ നജസുള്ള ഭാഗങ്ങൾ 7 തവണ തന്നെ കഴുകേണ്ടതാണ്. അതിൽ 1 തവണ മണ്ണ് കൊണ്ടായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ വിഷയത്തിൽ മറ്റൊരു ചോദ്യം ആളുകൾ ചോദിക്കാറുള്ളത്, മണ്ണുകൊണ്ട് തന്നെ കഴുകൽ നിർബന്ധമാണോ? അതല്ല മണ്ണിനു പകരം ഈ ഒരു കാലഘട്ടത്തിൽ സോപ്പുകളുണ്ട്, ഒരുപാട് ഡിറ്റർജൻറ്റ് പൗഡറുകളുണ്ട്, അതിലേതെങ്കിലും ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളതാണ്. അങ്ങനെ മതി എന്ന് അഭിപ്രായപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതും അതോടൊപ്പം ന്യായത്തോടും പ്രമാണത്തോടും യോജിക്കുന്നതും അത് മണ്ണ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മണ്ണല്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒന്ന്, അന്ന ശാരിഅ നസ്സ അല തുറാബ് ഫൽ വാജിബു ഇത്തിബാഉൻ നസ്, പ്രമാണത്തിൽ വന്നത് മണ്ണുകൊണ്ട് കഴുകണമെന്നാണ്. 7 തവണയാണ്, അതിൽ 1 മണ്ണുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രമാണത്തിൽ വന്നതിനെ പിൻപറ്റൽ വാജിബാണ്. അതുകൊണ്ട് മണ്ണിനെ മാറ്റിയിട്ട് സോപ്പ് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നർത്ഥം. മറ്റൊരു വ്യക്തമായ ന്യായം അദ്ദേഹം പറയുന്നത്, അന്ന സിദ്റ വൽ ഉഷ്നാൻ കാനത്ത് മൗജൂദത്തൻ ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഷിർ ഇലൈഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കഴുകാൻ വേണ്ടി മറ്റു പല പദാർത്ഥങ്ങളും മരങ്ങളുടെ ഇലകളും അതേപോലെയുള്ള പലതും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മണ്ണിനു പകരം അത് ഉപയോഗിക്കാമെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. നബിയുടെ കാലഘട്ടത്തിൽ മറ്റു വസ്തുക്കളും കഴുകാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ അതിലേക്ക് സൂചന നൽകിയിട്ടില്ല. അപ്പോൾ മണ്ണിന് പ്രത്യേകതയുണ്ട്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ലഅല്ല ഫി തുറാബി മാദ്ദതൻ തഖ്തുലുൽ ജറാസീം അല്ലത്തി തഖ്റുജു മിൻ ലുആബിൽ കൽബ്, നായയുടെ ഉമിനീരിൽ നിന്ന് വരുന്ന അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് മണ്ണിന് ഉണ്ടായേക്കാം. അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മണ്ണിന് ഔഷധ ഗുണമുണ്ട്, മണ്ണിന് ഔഷധ ഗുണമുണ്ട് എന്ന സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് ചെയ്യുന്ന കാര്യം മറ്റ് പദാർത്ഥങ്ങൾ ചെയ്തു കൊള്ളണം എന്നില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞ 4ാമത്തെ ന്യായം, വെള്ളമില്ലെങ്കിൽ ശുദ്ധിയാക്കാൻ പകരമായി അള്ളാഹു നിശ്ചയിച്ച് തന്നതുപോലും മണ്ണാണ്, മറ്റു വസ്തുക്കളല്ല. കാരണം ആ മണ്ണിൻ്റെ ശുദ്ധീകരിക്കാനുള്ള മണ്ണിൻ്റെ കഴിവാണത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുന്നത് ശരിയല്ല.
എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു, ഒരു നിലക്കും മണ്ണ് കിട്ടാത്തൊരു സാഹചര്യം വരികയും മണ്ണിന് പകരമുള്ള മറ്റു വസ്തുക്കൾ സോപ്പോ മറ്റോ ലഭിക്കുകയും ചെയ്താൽ അത്തരം ഘട്ടത്തിൽ, നിർബന്ധിത ഘട്ടത്തിൽ പോകാമെന്നല്ലാതെ മണ്ണുണ്ടായിരിക്കെ മണ്ണിനെ മാറ്റി മറ്റു സോപ്പുകളോ ഡിറ്റർജൻറ്റുകളോ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ് നായയുടെ ഉമിനീര്. അങ്ങനെ നായ തലയിട്ടാൽ 7 തവണ കഴുകണമെന്നുണ്ട്. ഈ നിയമം നായയുടെ മൂത്രത്തിനോ നായയുടെ വിയർപ്പിനോ അതേപോലെയുള്ള രക്തം പോലെയുള്ള നജസ്സുകൾക്കും ഇതേ 7 തവണ തന്നെ കഴുകേണ്ടതുണ്ടോ, അതല്ല അത് ഉമിനീരിന് മാത്രം ബാധകമാണോ? ഈ ചോദ്യത്തിനും പണ്ഡിതന്മാർ ഉത്തരം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 തവണ കഴുകുന്ന വിഷയം പറഞ്ഞിടത്തൊക്കെ ഇദാ വലഗ ഫീഹിൽ കൽബു, നായ പാത്രത്തിൽ തലയിട്ടാൽ കഴുകുന്നതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നായ മൂത്രമൊഴിച്ചാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നായകൾ മദീനയുടെ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മദീന പള്ളിയിൽ വരെ ഇടക്കിടക്ക് നായകൾ കയറുകയും കയറിറങ്ങി പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. പള്ളിയിൽ അവർ ചിലപ്പോൾ കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ 7 തവണ കഴുകൽ പ്രധാനപ്പെട്ടതായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുമായിരുന്നു. എന്നാൽ ഉമിനീരിൻ്റെ വിഷയത്തിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഉമിനീര് നായ നക്കിയാൽ മാത്രം 7 തവണ കഴുകിയാൽ മതി. എന്നാൽ മൂത്രമോ മറ്റോ ആണെങ്കിൽ അത് ശുദ്ധിയാകുന്നത് വരെ കഴുകുക, 7 തവണ കഴുകേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം ഉണ്ട്. എന്നാൽ 7 തവണ കഴുകണം എന്ന അഭിപ്രായമാണ്. അത് മൂത്രമാണെങ്കിലും ശരി, നായയുടെ മറ്റു നജസ്സുകളാണെങ്കിലും ശരി, കാഷ്ടമാകട്ടെ മൂത്രമാകട്ടെ, അത് നായയുടേതാണെങ്കിൽ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് അത് 7 തവണ തന്നെ കഴുകണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് കൂടുതൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവർ പറയുന്നത് ഉമിനീരിന് ഇത്രയും ഗൗരവമുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ മോശമല്ലേ മൂത്രവും കാഷ്ടവും മറ്റു നജസ്സുകളും. അതുകൊണ്ട് തന്നെ മൂത്രവും കാഷ്ടവുമായാലും ഈ 7 തവണ കഴുകുക, അതിൽ ഒന്ന് മണ്ണുകൊണ്ടായിരിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ റൗളത്തു ത്വാലിബീൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ത്വഹാറത്തു മാ വലഗ ഫീഹിൽ കൽബു ഔ തനജ്ജസ ബിദമിഹി ഔ ബൗലിഹി ഔ അറഖിഹി ഔ ശഅരിഹി ഔ ഗൈരിഹാ മിൻ അജ്സാഇഹി വഫളാത്തിഹി അൻ യുഗ്സല 7 മറാത്തിൻ ഇഹ്ദാഹുന്ന ബിതുറാബ് വഫീമാ സിവൽ വുലൂഗ് വജ്ഹുൻ ഷാദ്ദുൻ അന്നഹു യക്ഫി ഗസ്ലുഹു മറത്തൻ കസായിരിൻ നജാസാത്ത്. അദ്ദേഹം പറയുന്നത് നായയുടെ നജസ്, അത് മൂത്രമാകട്ടെ അതിൻ്റെ വിയർപ്പാകട്ടെ അതേപോലെയുള്ള നജസായി സ്ഥിരപ്പെട്ടത്, അതിൽ അദ്ദേഹം നായയുടെ രോമം പറയുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്തോ ആകട്ടെ, എന്നാൽ മറ്റു നജസ്സുകളെപ്പോലെ 1 തവണ കഴുകിയാൽ മതി, അത് മതിയാകുന്നതാണ് എന്ന അഭിപ്രായമുണ്ട്. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അതിലേക്ക് പോവേണ്ടതില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ പറയുന്നത് നായയുടെ ഉമിനീരാണെങ്കിൽ മാത്രമാണ് 7 തവണ കഴുകേണ്ടത്. അതല്ലാത്ത നജസ്സുകളൊക്കെ മറ്റു നജസ്സുകളെപ്പോലെ തന്നെയാണ്, അപ്രകാരം കഴുകിയാൽ മതി. സാധാരണ മറ്റു നജസ്സുകൾ കഴുകുന്നത് പോലെ ശുദ്ധിയാകുന്നത് വരെ കഴുകിയാൽ മതി, 7 തവണ വേണ്ടതില്ല. എന്നാൽ അത്തരം അഭിപ്രായങ്ങൾ ലോകത്തുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായത് നായയുടെ ഏത് നജസ്സാണെങ്കിലും അത് 7 തവണ കഴുകലും അതിൽ ഒന്ന് മണ്ണുകൊണ്ടായിരിക്കലുമാണ് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു ചോദ്യം, മണ്ണുകൊണ്ട് കഴുകുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? 7 എണ്ണത്തിൽ 1 മണ്ണുകൊണ്ട്, ചില റിവായത്തിൽ 8ാമത്തത് മണ്ണുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി? അതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നത് അത് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഊലാഹുന്ന ബിത്തുറാബ്, 7 എണ്ണത്തിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കട്ടെ. മറ്റൊരു റിവായത്തിലുള്ളത് ഉഖ്റാഹുന്ന എന്നാണ്, അഥവാ അവസാനത്തേത് മണ്ണുകൊണ്ടാവട്ടെ, അല്ലെങ്കിൽ 7ാമത്തത് മണ്ണുകൊണ്ടാവട്ടെ, ഉഖ്റാഹുന്ന 2ാമത്തത് മണ്ണുകൊണ്ടാവട്ടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു പ്രത്യേകമായി ഏതെങ്കിലും ഒരു എണ്ണം പിടിക്കേണ്ടതില്ല, അത് ആദ്യത്തേതാകുന്നതാണ് കൂടുതൽ നല്ലത്.
അല്ലെങ്കിൽ അവസാനത്തേതിൻ്റെ തൊട്ട് മുമ്പുള്ളത് മണ്ണ് കൊണ്ടാവലാണ് ഖൈർ. ഇനി അവസാനത്തേത് മണ്ണ് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മണ്ണ് കൊണ്ടാവണം എന്നതാണ് യഥാർത്ഥത്തിൽ നിബന്ധനയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കപ്പെടാറുള്ള ചോദ്യങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, നായ തലയിട്ടാലോ അതിൻ്റെ നജസ്സുകളോ ആയാൽ മാത്രമേ നമ്മൾ 7 തവണ കഴുകേണ്ടതുള്ളൂ. അതല്ലാത്ത നിലക്ക് നായ സ്പർശിച്ചാലോ നായയെ സ്പർശിച്ചാലോ നായ വീട്ടിൽ കയറിയാലോ നമ്മുടെ വസ്ത്രത്തിൽ തൊട്ടാലോ ഒന്നും തന്നെ അത് ഒരു നജസായി പരിഗണിക്കപ്പെടുകയില്ല. അങ്ങനെ നജസ് സ്പർശിച്ചു എന്ന് നമുക്ക് കണ്ടു ബോധ്യപ്പെട്ടാൽ, വെറുതെ തോന്നലുകളല്ല, നായ നക്കിയിട്ടുണ്ടെങ്കിലോ നായ തലയിട്ടിട്ടുണ്ടെങ്കിലോ നായ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ഊഹങ്ങളും ആവശ്യമില്ല. വ്യക്തമായി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അങ്ങനെ കഴുകേണ്ടത്. അപ്പോൾ 7 തവണ കഴുകണം. അതിലൊന്ന് മണ്ണുകൊണ്ട് തന്നെ ആയിരിക്കേണ്ടതുണ്ട്. അത് പാത്രത്തിന് മാത്രമല്ല, ശരീരത്തിൽ എവിടെ സ്പർശിച്ചാലും നജസാണ് എന്നുറപ്പുണ്ടെങ്കിൽ 7 തവണ കഴുകാൻ ശ്രമിക്കുക. അതേ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ വീടുകളിൽ ഒരിക്കലും നമ്മൾ നായയെ വളർത്താൻ പാടില്ലാത്തതാണ്. നായയുള്ള വീട്ടിൽ മലക്കുകൾ കയറുകയില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നായയെ കാവലിന് വേണ്ടിയോ കാർഷിക ആവശ്യങ്ങൾക്ക് കാവൽ നിൽക്കാൻ വേണ്ടിയോ അല്ലാതെ ഒരാവശ്യവുമില്ലാതെ നായയെ വളർത്തിയാൽ അവരുടെ അമലിൽ നിന്ന് ഗണ്യമായൊരു ഭാഗം കുറഞ്ഞു പോകുമെന്നും സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോ ദിവസവും പ്രതിഫലം കുറഞ്ഞു പോകും അയാളുടെ അമലിൽ നിന്ന് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നായയുമായി ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.